فممكن نبدأ. നമ്മള് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് അറബിയിൽ അസ്സലാമു അലൈക്കും എന്ന ഗ്രീറ്റിംഗ്സ് അല്ലെ. നമ്മൾ പലപ്പോഴും ഒരു പേഷ്യന്റ് ഓൾറെഡി നമ്മുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് പറയേണ്ട ഫീൽഡാണ്, മറ്റുള്ള ഫീൽഡ് പോലെയല്ല. കാര്യം ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളിൽ നിന്ന് പല വേർഡ്സും പലതും അവരുടെ കൾച്ചർ അനുസരിച്ച് അവർ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിൽ നിന്ന് അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നതാണ് സത്യം. നമ്മുടെ മൈൻഡിൽ അങ്ങനെയുള്ളതെല്ലാം വരും, മനസ്സിലുണ്ടാവും, പക്ഷെ ഔട്ട് വരുന്നതെല്ലാം പലപ്പോഴും ഹാർഡായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്യണേ, വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ അല്ലെ. നമ്മള് അതാണ് ഞാൻ പറയുന്നത്. ഒരു പേഷ്യന്റ് വന്നിട്ട് പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? വെൻ അല്ലെ, സിൻസ് വെൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നേ. അതല്ലാതെ അവര് വന്നു അസ്സലാമു അലൈക്കും എന്ന് നമ്മളോട് പറയും, അസ്സലാമു അലൈക്കും ഓർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എന്താ? വലൈക്കും സലാം, വലൈക്കും സലാം. വേണമെങ്കിൽ പിടിച്ചോ അല്ലെ. എന്താ ഇതിന്റെ മീനിങ്? ഞാനിപ്പോഴും എന്റെ സ്റ്റുഡൻസിനോട് സ്നേഹത്തോടെ കൂടെ പറയുന്നതാണ്, നമ്മൾ എന്ത് പറയുന്നുവോ അതിന്റെ മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, മസ്റ്റാണ്. ഇതിന്റെ മീനിങ് ഓരോ പോയിന്റ് ആയിട്ട്, പ്രീപൊസിഷൻ ആവട്ടെ, ഗ്രീറ്റിംഗ്സ് ആവട്ടെ, ബ്ലെസ്സിങ്സ് ആവട്ടെ, എനിത്തിങ് വി ഷുഡ് നോ മീനിങ്സ്. നമ്മൾ അതിന്റെ മീനിങ്സ് അറിയേണ്ടതുണ്ട്, മസ്റ്റാണ്. ഇത് നമ്മളെന്തോ കേൾക്കുന്നു അങ്ങനെ പറയുന്നു അല്ലെ. ഒന്ന് ആലോചിച്ചാൽ ഭയങ്കര കോമഡി ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താന്ന് വെച്ചാല് ലാംഗ്വേജിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ. ഉണ്ടോ? ലാംഗ്വേജിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലല്ലോ അല്ലെ. ലാംഗ്വേജിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എന്താന്ന് വെച്ചാല് സോ എന്നതിന് സി എന്ന് പറയാൻ പറ്റില്ല, ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, വിൽ സി എന്ന് പറയാൻ പറ്റില്ല. ഐ സോ. ഐ വെന്റ് എന്നതിന് വിൽ ഗോ ആൻഡ് ഗോസ് എന്ന് പറയാൻ പറ്റില്ല. എന്തേ പറ്റൂ? വെന്റ് എന്ന് തന്നെ പറയണം അല്ലെ. പോയി എന്നത് പോയി എന്ന് തന്നെ പറയണ്ടേ. പോകുമെന്ന് പറയാൻ പറ്റില്ല, പോയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പോയി എന്ന് തന്നെ ആവണ്ടേ, ഇല്ലെങ്കിൽ അത് കോമഡിയാ. ഒരാൾ പോയി എന്നതിന് വാ എന്ന് പറഞ്ഞാൽ അല്ലെ, ഗയാ കേലിയെ ഓർ ആയേഗാ കേലിയെ, ഗയാ പോയി, വന്നു, വരും എന്നൊക്കെ പറയുമ്പോ ആ ഒരു ചേഞ്ച് എന്ന് നമ്മുടെ ലിസണർക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ ലാംഗ്വേജ് എന്ന ബിഗ് കോമഡിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഇത് അറിഞ്ഞിരിക്കണം. ഏറ്റവും നല്ല രീതിയിൽ ആളുകളെ ഡീൽ ചെയ്യുന്ന, ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിൽ എല്ലാവരോടും പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ചെയ്യുമ്പോൾ അതിന്റെ ബിഫോറും അതേപോലെ തന്നെ അതിന്റെ ഫ്യൂച്ചറും ശരിക്കും ആലോചിച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളുകളാണ് നമ്മൾ മലയാളീസ്. അതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. സോ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ലല്ലോ നമുക്ക് വാല്യൂ ഇടുന്നേ. നമ്മുടെ ടങ്കാണ്, നാവാണ് നമ്മുടെ വാല്യൂ. സോ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നമുക്ക് അറബികളെ പോലെ ആവാന്നേ. നമ്മൾ ട്രൈ ചെയ്താൽ നടക്കും, നടക്കാത്തതായിട്ടൊന്നുമില്ല. സോ നമുക്ക് ചെയ്യാം, ഷുവർ, ഇൻഷാ അല്ലാഹ് കഴിയും എന്ന് തന്നെയാ എനിക്ക് പറയാനുള്ളത്. റെഡി? ഇന്ന് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ ടെസ്റ്റ് നെയിംസും അതുപോലെ തന്നെ അതിന്റെ പ്രയോഗങ്ങളും അതേപോലെ ഡിഡ് യു ഡു എന്ന ശൈലിയും ഐ ഡിഡ് എന്നുള്ള പ്രയോഗങ്ങളും ഒക്കെ ആയിട്ടാണ്. പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ പറയാം, ബ്ലഡ് ഗ്രൂപ്പ്സ് എങ്ങനെ പറയാം എന്നതാണ് നമ്മുടെ ടോപ്പിക്. സോ വിത്ത് റെസ്പെക്ട്, നിങ്ങൾ വീഡിയോ ഓണാക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വന്നാൽ നന്നായിരുന്നു. തമാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബനബ്ദ ജൽസത്തിന വമൗദൂഅന ജദീദ. നമ്മുടെ പുതിയ ടോപ്പിക് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ജസ്റ്റ് നോട്ടഡ് ആണ്. നമ്മൾ സാധാരണ പോലെ പിക്ചറൊന്നുമില്ല, ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. ഓക്കെ, ടു എക്സാമിൻ, മെഡിക്കൽ എക്സാമിനേഷൻ. എക്സാം നമ്മുടെ സാധാരണ എക്സാം അല്ല കേട്ടോ.
സാധാരണ എക്സാമിന് ഇഖ്തിബാർ, ഇംതിഹാൻ എന്നൊക്കെ പറയുന്നത്. ഇത് മെഡിക്കൽ മെഡിക്കൽ എക്സാമിനേഷൻ. ഫഹ്സ് എന്താ പറയാ? ഫഹ്സ്, ഫഹ്സ് പറഞ്ഞു നോക്കണേ. ഫഹ്സ് പറയണ്ടോ? ഫഹ്സ്, ഫഹ്സ്, ഫഹ്സ്. മെഡിക്കൽ എക്സാമിനേഷൻ, ഫഹ്സ് തിബ്ബി. എന്താണ്? ഫഹ്സ് തിബ്ബി, ഫഹ്സ് തിബ്ബി. നമ്മള് അറബിക് യൂണിയുടെ മെഡിക്കൽ കോഴ്സ് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇന്ന് ഈ സൂം കഴിഞ്ഞ ഉടനെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ താല്പര്യമുള്ളവര് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് അറബികളെ പോലെ പറയാനുള്ള കുറെ ആക്ടിവിറ്റിയും ഗെയിംസും അതുപോലെ തന്നെ പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും ഇനി ഔട്ട്സൈഡിലേക്ക് നമ്മുടെ മെഡിക്കൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു അറബിയെ കണ്ടാൽ മീറ്റ് ചെയ്യേണ്ടതും പൊളൈറ്റ് ആയിട്ട് പറയേണ്ടതും ഒരു പൊളൈറ്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ സ്വീകരിക്കുന്നതും അറബിക്കിന്റെ ഗ്രാമറും വശങ്ങളും എല്ലാം കൃത്യമായി അറിഞ്ഞ് ഒരു ഗ്രാജുവേഷൻ ലെവലിലേക്ക് അസ്സലാമു അലൈക്കും എന്ന് പോലും അറിയാത്തവരെത്തിക്കുന്ന കോഴ്സാണുള്ളത്. ഓക്കെ, നിങ്ങളെ അതിലേക്കും കൂടെ ക്ഷണിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ അതൊന്നും നമ്മൾ ലക്ഷ്യമാക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ അറബി പറഞ്ഞ് റെഡിയാക്കുക എന്നതാണ്. ഓക്കെ, ടു എക്സാമിൻ ഫഹ്സ്, ഫഹ്സ്, ഫഹ്സ്. മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഫഹ്സ് തിബ്ബി, ഫഹ്സ് തിബ്ബി, മെഡിക്കൽ എക്സാമിനേഷൻ, ഫഹ്സ് തിബ്ബി. തിബ്ബ് എന്ന് പറയുന്നത് മെഡിക്കൽ എന്നാണ്. ഫഹ്സ് തിബ്ബി, മെഡിക്കൽ എക്സാമിനേഷൻ. തമാം. ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, ഫഹ്സ് ദം, ഫഹ്സ് ദം. പറയാനുള്ള ട്രൈ ചെയ്യണേ. ഫഹ്സ് ദം, ബ്ലഡ് ടെസ്റ്റ്, ഫഹ്സ് ദം, ഫഹ്സ് ദം. വിഷൻ ടെസ്റ്റ്. എന്താണ് വിഷൻ ടെസ്റ്റ്? ഫഹ്സു നളർ, ഫഹ്സു നളർ. നമ്മള് അറബിയില് ല ഇല്ല, ലഹ്ള എന്ന ലായല്ല, ല എന്ന് പറയും. ല എന്ന് പറയുന്നേ നമ്മൾ ദ എന്ന് പറയേണ്ട പൊസിഷനിൽ തന്നെ നാവിനെ വെക്കുക. ദ പറയേണ്ട പൊസിഷനിൽ നാവിനെ വെച്ചിട്ട് ആ നാവിനെ ഒന്ന് ഔട്ടിറക്കുക, എന്നിട്ട് ഒന്ന് വൈഡ് ആക്കുക. ല എന്ന് കിട്ടും. എന്താണ്? ല, ല, ല. ഒത്തിരി സ്ഥലത്തേക്ക് നമുക്ക് ഈ ല എന്ന ലെറ്ററിന് ആവശ്യം വരും കേട്ടോ. അതാണ് ഫഹ്സു നളർ, ലായാണ് നളർ. എന്നാൽ ഈ ലായ നമ്മൾ സെഡ് ആക്കി പറയാം, നസർ എന്ന് പറയാറുണ്ട്. ഈ സെഡ് ആക്കിയിട്ട് പറയാം ഫഹ്സു നസർ, നോ പ്രോബ്ലം. എല്ലാ ലായും അല്ല കേട്ടോ, ചില ലാക്ക് അങ്ങനെയുണ്ട്. ബ്ലഡ് അനാലിസിസ്. ഈ അനാലിസിസിനെയാണ് നമ്മൾ കൂടുതലും പറയാറ് തഹ്ലീലുദ്ദം, തഹ്ലീല് ദം, ബ്ലഡ് അനാലിസിസ്. ഇതാണ് ബ്ലഡ് ടെസ്റ്റിനും പറയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. തഹ്ലീലുദ്ദം, തഹ്ലീല് ദം, ദം ബ്ലഡ്. ഓക്കെ. യൂറിൻ ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ഫഹ്സുൽ ബൗൽ. നമ്മളിത് ബോള് എന്നൊക്കെ കേൾക്കും, ലായ അല്ല കേട്ടോ, ലായാണ്, ലേണിന്റെ ലായാണ്. ഫഹ്സുൽ ബൗൽ, അഗൈൻ ഫഹ്സുൽ ബൗൽ. ഓക്കെ, തമാം. സ്റ്റൂൾ ടെസ്റ്റ്. സ്റ്റൂളിന് പറയാ ബറാസ് എന്നാണ്, ബറാസ്, ബറാസ്. ചിലയിടത്തൊക്കെ ഖുറൂജ് എന്നൊക്കെ യൂസ് ചെയ്യും. ഈ ഖുറൂജ് എന്ന് പറയുന്നത് എക്സിറ്റ് വരാന്ന് മാത്രമേ ഉള്ളൂ. എന്ത് പറയാം? ഫഹ്സുൽ ഫഹ്സ് ബറാസ്, ഫഹ്സ് ബറാസ്, ഫഹ്സ് ബറാസ്. ബ്ലഡ് ഷുഗർ ടെസ്റ്റ്. എന്ത് പറയും? ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, ഫഹ്സു സുക്കർ ഫീ ദം, ഫഹ്സു സുക്കർ ഫീ ദം, ഫഹ്സു സുക്കർ ഫീ ദം, ഫഹ്സു സുക്കർ ഫീ ദം. അഗൈൻ ഫഹ്സു സുക്കർ ഫീ ദം. ഇവിടെ അറബി അറിയുന്നവരും വായിക്കാൻ അറിയുന്നവരും ഒക്കെ ഉണ്ടാവാം. പക്ഷെ തീരെ അറിയാത്തവരെ പരിഗണിക്കുമ്പോ അതെല്ലാവർക്കും ഗുണം ചെയ്യും. അതുകൊണ്ടാണ്, അല്ലേ?
ഫഹ്സു സുക്കർ ഫി ദം. ദെൻ കൊളസ്ട്രോൾ ടെസ്റ്റ്. ഫഹ്സ് കൊളസ്ട്രോൾ എന്ന് തന്നെ പറയാം. കൊളസ്ട്രോളിന് കൊളസ്ട്രോൾ. ഫഹ്സ് കൊളസ്ട്രോൾ. അറബികള് എല്ലാം അവരുടെ ശൈലിയിലേക്ക് ആക്കി മാറ്റും. അതെങ്ങനെയാ? ചില വ്യത്യാസം ഒന്നും അറബിയിലില്ല. അത് ആ ഒരു ട എന്ന അറബിയിലില്ല, പ എന്ന അറബിയിലില്ല. അതൊക്കെ നമ്മൾ ആ ഒരു ശൈലിയിലേക്ക് അവരെന്ത് കിട്ടിയാലും അതിനെ അങ്ങ് ചേഞ്ച് ചെയ്യും. അപ്ഡേറ്റഡ് ആണ് അറബി ലാംഗ്വേജ് എന്നർത്ഥം. ഫുൾ അപ്ഡേറ്റഡ് ആണ് ഓരോന്നും. ഓക്കെ. ഫഹ്സു സുക്കർ ഫീ ദം. തമാം. കൊളസ്ട്രോൾ, ഫഹ്സു കൊളസ്ട്രോൾ. യൂറിക് ആസിഡിന് പറയുന്നത് ഹംല് എന്നാണ്. ഹമലുൽ ബൗൽ. ഹമല. നേരത്തെ പറഞ്ഞ ല അല്ലേ? ല. അതാണത്. ഹമലുൽ ബൗൽ. പറഞ്ഞോക്കിയേ. ഹമലുൽ ബൗൽ. അഗൈൻ ഹമലു. ഹമലുൽ ബൗൽ. യൂറിക് ആസിഡ്. അതിലേക്ക് നമുക്ക് ഫഹ്സ് ചേർക്കാം. ഫഹ്സു ഹമലുൽ ബൗൽ. ഫഹ്സ് ഹമലുൽ ബൗൽ. ബോള് തട്ടുന്ന ബോളല്ല കേട്ടോ, ബൗലാണ്. ബൗലാണ് കേട്ടോ. ഓക്കെ. ഫഹ്സ് ഹമലുൽ ബൗൽ. തൈറോയിഡിന് പറയുന്ന നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുക ഗുദ്ദ എന്നാണ്. ഗുദ്ദ ഗുദ്ദ ഗുദ്ദ. എന്താ ഈ സാധനം അല്ലെ? ഗുദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാൻഡിനാണ് ഗുദ്ദ എന്ന് പറയാ. ഗ്ലാൻഡ്. ഗുദ്ദ. ഗ്ലാൻഡ്. നഗരീഷ്. നഗരീഷ് പറയൂ. നഗരീഷ്. നഗരീഷ്. മാതിരി. അത് പൊതുവെ നമ്മൾ പറയുന്നത് ഹംദുൽ ബൗൽ എന്ന് തന്നെയാണ്. നഗരീഷ്. എന്തായാലും ഞാൻ പറയാം കേട്ടോ, ലാസ്റ്റിക്ക് പറയാം. നോക്കാട്ടോ. നഗരീഷ് എന്ന് എവിടെയും കേട്ടില്ല. ഓക്കെ. സോ യൂറിക് ആസിഡ് ടെസ്റ്റിന് എന്ത് പറയും? ഫഹ്സു ഹമലുൽ ബൗൽ. ഫഹ്സു ഹമലുൽ ബൗൽ. ഫഹ്സു ഹമലുൽ ബൗൽ. തൈറോയിഡ് ടെസ്റ്റ് ഫഹ്സു ദർഖി. ഫഹ്സു ദർഖി. നമ്മള് തൈറോയിഡിന് കേട്ടത് യൂറിക് ആസിഡ് ഒക്കെ ഹംദുൽ ബൗൽ. തൈറോയിഡ് നമ്മൾ കേട്ടെന്താ? ഗുദ്ദ ഗുദ്ദ എന്ന് കേൾക്കുക. ശരിക്ക് അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗ്ലാൻഡ് എന്നാണ്. ഗ്ലാൻഡ്. ഗുദ്ദ ദർഖിയ. ഗുദ്ദ ദർഖിയ എന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്നാണ് മീനിങ്. അത് തന്നെയാണ് ഡിസീസിനും പറയാറുള്ളത്. ഗുദ്ദ ദർഖിയ. ഗുദ്ദ ദർഖിയ. സോ ഇവിടെ നമ്മൾ എന്ത് പറയാം? ഫഹ്സ് ദർഖി. ഫഹ്സ് ദർഖി എന്ന് പറയാം. ഫഹ്സ് ദർഖി. തൈറോയിഡ് ടെസ്റ്റ്. ഫഹ്സ് ദർഖി. തമാം. വിറ്റാമിൻ ഡി ടെസ്റ്റ്. ഫഹ്സ് വിറ്റാമിൻ ഡി. ഫഹ്സ് വിറ്റാമിൻ ഡി. എങ്ങനെ പറയും? ഫഹ്സ് വിറ്റാമിൻ ഡി. പറയണേ. നിങ്ങൾ പറയുമ്പോഴേ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ക്ലിയർ ആവില്ല. ഓക്കെ. ഫഹ്സു വിറ്റാമിൻ ഡി. دقيقة. دقيقة بالله يا جماعة. سكند കേട്ടോ. معلش.
تمام. فحص فيتامين دي. تمام. اوكي معلش. then അൾട്രാസൗണ്ട് എന്താ പറയാ? ഫൗക സംഇ എന്നാണ്. അൾട്രാസൗണ്ടിന് പറയുന്നത് എന്താ? ഫൗക സംഇ. ഫൗക സംഇ അൾട്രാസൗണ്ട്. എന്നാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പറയാ സോനാർ എന്നാണ്. സോനാർ. സോനാർ. തമാം. സോനാർ എന്ന് പറയും. സോനാർ പറഞ്ഞോക്കിയേ. അഗൈൻ സോനാർ എന്ന് പറയുവേ. സോനാർ എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. സോനാർ ട്ടോ. then എക്സ്റേ. എക്സ്റേക്ക് എന്താ? അഷ്യ. അഷ്യ. എക്സ്റേ. അഷ്യ. എന്നാൽ സൂറ എന്ന് പറയും. സൂറ എന്ന് പറയുമ്പോ പിക്ചർ എന്നാണ്. പിക്ചർ. അഷ്യ ഓർ സൂറ. അഷ്യ. അഷ്യ എന്ന് കേൾക്കും അല്ലെ. ഇതിന് ഷിആയി എന്നും പറയുവേ. ഷിആയി എന്നും പറയുന്നതാണ്. ഷിആയി. അഷ്യ. ഷിആയി. സൂറ. സൂറ പിക്ചർ. സൂറ. നോർമലി നമുക്ക് സൂറ എന്ന് പറയാവുന്നതാണ്. സൂറ. സി ടി സ്കാൻ. സി ടി സ്കാൻ തസ്വീർ എന്നാണ് സ്കാനിങ്ങിന് പറയാ. തസ്വീർ. തസ്വീർ. തസ്വീർ അഷ്യായി ഓർ തസ്വീർ അഷ്യാഅത്തു മിഖ്തഇയ്യ. തസ്വീർ അഷ്യാഅത്ത് മിഖ്തഇയ്യ. നമുക്കവിടെ ഇവിടെയൊക്കെ തസ്വീർ ഒഴിവാക്കാം. സ്കാനിങ് ആണല്ലോ, ഒന്നും പറയണ്ട അല്ലെ. മിഖ്തഇയ്യ എന്ന് മാത്രവും പറയാറുണ്ട്. മിഖ്തഇയ്യ. മിഖ്തഇയ്യ എന്ന് മാത്രവും പറയാറുണ്ട്. അഷ്യാഅത്ത് മിഖ്തഇയ്യ എന്ന് ഒന്നിച്ചും പറയാറുണ്ട്. അഷ്യാഅത്ത് മിഖ്തഇയ്യ. നമുക്ക് ജസ്റ്റ് അവർക്ക് മനസ്സിലാവാൻ വേണ്ടി എന്ത് പറഞ്ഞാൽ മതി? മിഖ്തഇയ്യ എന്ന് മാത്രം പറഞ്ഞാലും മതി കേട്ടോ. എന്താ പറയാ? മിഖ്തഇയ്യ. മിഖ്തഇയ്യ. തമാം. മിഖ്തഇയ്യ. MRI സ്കാനിങ്. MRI തസ്വീർ എന്നാണ് സ്കാനിങ്ങിന് പറയാ. എന്താ? തസ്വീർ. പിക്ചറിങ് എന്നൊക്കെ അതിന്റെ മീനിങ്. ഫോട്ടോ എടുക്കാന്നാണ് മീനിങ് വരുന്നത്. തസ്വീർ ബി റനീനുൽ മഗ്നാതീസ്. തസ്വീർ ബി റനീനുൽ മഗ്നാതീസ്. പറഞ്ഞോക്കേ. തസ്വീർ ബി റനീനുൽ മഗ്നാതീസ്. അവര് ഷോർട്ട് ആക്കിയിട്ട് പറയും. തസ്വീർ ഒഴിവാക്കിയിട്ട് ബിറനീനൽ മഗ്നാതീസ് എന്ന് പറയും. ബിറനീനൽ മഗ്നാതീസ്. ഓക്കെ. ബിറനീനൽ മഗ്നാതീസ്. എക്കോ സ്വദ. എക്കോ സ്വദ. ബാക്കിയെല്ലാം പ്രയാസം. ഇതെളുപ്പം അല്ലെ. സ്വദ. എക്കോ സ്വദ. ഗ്ലൂക്കോസ് ടെസ്റ്റിന് ഫഹ്സ് ഗ്ലൂക്കോസ് എന്ന് പറയാം. ഫഹ്സ് ഗ്ലൂക്കോസ് എന്നും പറയാം. ഫഹ്സ് ഗ്ലൂക്കോസ്. ഫഹ്സ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഫഹ്സ് വളായിഫുൽ കബിദ്. ഫഹ്സ് വളായിഫുൽ കബിദ്. പറഞ്ഞോക്കേ. ഫഹ്സ് വളായിഫുൽ കബിദ്. ഫഹ്സ് വളായിഫുൽ കബിദ്. വളായിഫുൽ കബിദ്. ഓക്കെ. വളായിഫ് ഫങ്ഷൻസ്. കബിദ് ലിവർ. കബിദ് ലിവർ. then റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയാം. ഫഹ്സ് വളായിഫുൽ കില. ഫഹ്സ് വളായിഫുൽ കില. കില കിഡ്നി. ഫഹ്സ് വളായിഫുൽ കില. ബ്ലഡ് ഗ്രൂപ്പ്. ഫസീലത്ത് ദം. ഫസീലത്ത് ദം. ഫസീലത്ത് ദം. എന്തോ പറയണേ. ഫസീലത്ത് ദം. ബ്ലഡ് ഗ്രൂപ്പ്. ഫസീലത്ത് ദം. തമാം. യൂറിൻ അനാലിസിസ്. നമ്മൾ അനാലിസിസിനെല്ലാം പറഞ്ഞു തഹ്ലീൽ എന്നാ പറയുന്നത് അല്ലെ. തഹ്ലീൽ എന്ന് പറയും. തഹ്ലീലുൽ ബൗൽ. തഹ്ലീലുൽ ബൗൽ. പറഞ്ഞോക്കേ. തഹ്ലീലുൽ ബൗൽ. തഹ്ലീലുൽ ബൗൽ.
പ്രഗ്നൻസി. നമ്മള് പ്രഗ്നന്റിന് പറയാ ഹാമിൽ എന്നാണ്. ഹാമില് പ്രഗ്നന്റ്. ആർ യു പ്രഗ്നന്റ് എന്ന് അങ്ങനെ ചോദിക്കാം. ഇൻതി ഹാമിൽ, ഇൻതി ഹാമിൽ. ആർ യു പ്രഗ്നന്റ്? ഇൻതി ഹാമിൽ ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻസ് ആണ്. ഇൻതി ഹാമിൽ, ആർ യു പ്രഗ്നന്റ്? അന ഹാമിൽ, ഐ ആം പ്രഗ്നന്റ്. അന ഹാമിൽ. എന്നാൽ പ്രഗ്നൻസി എന്നതിന് ഹംല് എന്ന് പറയും. പ്രഗ്നൻസി ഹംല്. പ്രഗ്നൻസി ടെസ്റ്റ് ഇഖ്തിബാറുൽ ഹംല്. എന്തോ? ഇഖ്തിബാറുൽ ഹംല്, ഇഖ്തിബാറുൽ ഹംല്. ഓക്കെ. തൈറോയിഡ് ഗുദ്ദ, തൈറോയിഡ് ഗുദ്ദ. ഗുദ്ദ ഗ്ലാൻഡ്, ദർഖിയ തൈറോയിഡ്. ഗുദ്ദ ദർഖിയ. ഇല്ല, ഹാമില എന്ന് വരില്ല കേട്ടോ, ഹാമിൽ എന്നേ വരും. അത് ലേഡീസ് മാത്രമേ ഉള്ളൂ, അതാണ് ഹാമിൽ. ഓക്കെ. ഗുദ്ദ ദർഖിയ, ഗുദ്ദ ദർഖിയ ഓർ ഗുദ്ദത്തു ദർഖിയ, ഗുദ്ദത്തു ദർഖിയ, ഗുദ്ദ ദർഖിയ. രണ്ട് രീതിയിലും പറയാട്ടോ. ഗുദ്ദ ദർഖിയ. തമാം. ബയോപ്സി ഖസ്അ, ഖസ്അ ബയോപ്സി, ഖസ്അ. again ഖസ്അ, ഖസ്അ ബയോപ്സി, ഖസ്അ. അയൺ ടെസ്റ്റ് ഇഖ്തിബാറുൽ ഹദീദ്. again ഇഖ്തിബാറുൽ ഹദീദ്. പറഞ്ഞോക്കിയേ. ഇഖ്തിബാർ അവിടെ എക്സാം എന്നുള്ളതാണ് ഇഖ്തിബാർ. ഒറിജിനൽ എക്സാം ആണ് ഇഖ്തിബാർ. എന്നാൽ അവിടെ നമ്മൾ ഫഹ്സ് പറയാറില്ല, ഫഹ്സുൽ ഹംല് പറയാറില്ല. ഇഖ്തിബാറുൽ ഹംല് എന്ന് തന്നെ പറയണേ. ഇഖ്തിബാറുൽ ഹംല്. ഇഖ്തിബാറുൽ ഹംല്. തൈറോയിഡ് ഗുദ്ദ ദർഖിയ. എന്ത് പറയും? ഗുദ്ദ ദർഖിയ. തൈറോയിഡ് ഗുദ്ദ ദർഖിയ. അഗൈൻ ഒന്നും കൂടെ പറഞ്ഞോക്കിയേ. ഗുദ്ദ ദർഖിയ. തമാം. ഗുദ്ദ ദർഖിയ ട്ടോ. ഗുദ്ദ ദർഖിയ തൈറോയിഡ്. ബയോപ്സി ഖസ്അ. അയൺ ടെസ്റ്റിന് എന്താ പറയാ? അയൺ ടെസ്റ്റ്, അയണിന് പറയാ ഹദീദ് എന്നാണ്. ഹദീദ്. നമ്മൾ ടാബ്ലറ്റിന് ഹബൂബ് എന്ന് പറയും. ഹബൂബ്, ഹബൂബുൽ ഹദീദ്, അയൺ ടാബ്. ഹബൂബുൽ ഹദീദ്, അയൺ ടാബ്. സോ നമ്മള് അയണിന് പറയുന്നത് എന്താ? ഹദീദ്. ഇഖ്തിബാറുൽ ഹദീദ്, അയൺ ടെസ്റ്റ്. എന്താണ്? ഇഖ്തിബാറുൽ ഹദീദ്. പറയണ്ട അല്ലേ? ഓക്കെ അല്ലേ? ഇഖ്തിബാറുൽ ഹദീദ്, ഇഖ്തിബാറുൽ ഹദീദ്. ത്രോട്ട് സ്വാബ് കൾച്ചർ. കൾച്ചറിന് പറയാ നമ്മുടെ മനുഷ്യരുടെ കൾച്ചർ ആവട്ടെ, ഇതേപോലെ കൾച്ചർ മെഡിക്കലുള്ള കൾച്ചർ ആവട്ടെ, എല്ലാത്തിനും പറയാ തഖാഫ എന്നാണ്. എന്താ പറയാ? തഖാഫ, തഖാഫ. തഖാഫ, തഖാഫത്ത് ഓർ തഖാഫ. മസ്ഹത്തുൽ ഹൽഖ്, മസ്ഹത്തുൽ ഹൽഖ്. മസ്ഹ എന്ന് പറഞ്ഞ എന്താ? ഇത് രണ്ടും ഒന്നാട്ടോ. ഞാൻ മസ് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടത് മഷത്ത് വായിക്കാതിരിക്കാനാണ്. മസ്ഹത്തുൽ ഹൽഖ്. മസ്ഹ എന്ന് പറയുമ്പോ മായ്ക്ക, റിമൂവ് ചെയ്യാന്നാണ്. അതാണ് സ്വാബ്. ഒന്ന് പറഞ്ഞോക്കേ. തഖാഫ മസ്ഹത്തുൽ ഹൽഖ്, തഖാഫ മസ്ഹത്തുൽ ഹൽഖ്. ബ്ലഡ് ടെസ്റ്റ് ഇൻ ഷോർട്ട് എന്ന് വെച്ചാല് IV ബ്ലഡ് ടെസ്റ്റ് ഇല്ലേ? IV ബ്ലഡ് ടെസ്റ്റ്. അതിന് പറയുന്നത് എന്താ? ഇബ്ര എന്നത് ഇഞ്ചക്ഷൻ. ഇബ്ര, ഇബ്ര ഫഹ്സുദ്ദം, ഇബ്ര ഫഹ്സുദ്ദം. പറഞ്ഞോക്കേ. ഇബ്ര ഫഹ്സുദ്ദം, ഇബ്ര ഫഹ്സുദ്ദം. അനീമിയ പ്രൊഫൈൽ. അനീമിയക്ക് പറയുന്നത് ഫഖ്റുദ്ദം എന്നാണ്. ഫഖ്റുദ്ദം, അനീമിയ. ഫഖ്റുദ്ദം, ഫഖ്റുദ്ദം. പറയാം നമുക്ക്. മലഫ് തഅരീഫ് എന്നാണ് പ്രൊഫൈലിന് പറയാ. മലഫ് തഅരീഫ് പ്രൊഫൈൽ, മലഫ് തഅരീഫ് പ്രൊഫൈൽ. മലഫ് തഅരീഫ്
ഫഖറുദ്ദം. മലഫ് തഅരീഫ് ഫഖറുദ്ദം അനീമിയ പ്രൊഫൈൽ. മലഫ് തഅരീഫ് ഫഖറുദ്ദം അനീമിയ പ്രൊഫൈൽ. തമാം. ഇനി അതിന് തഅരീഫ് ഒഴിവാക്കിയിട്ട് മലഫ് ഫഖറുദ്ദം എന്ന് മാത്രം പറയാട്ടോ. മലഫ് ഫഖറുദ്ദം എന്ന് മാത്രം പറയാവുന്നതാണ്. വൂണ്ട് കൾച്ചർ. കൾച്ചർ നമ്മൾ പറഞ്ഞു തഖാഫ എന്നാണ്. വൂണ്ട് ജുർഹ് എന്നാണ്. ജുർഹ് വൂണ്ട്. തഖാഫത്തുൽ ജുർഹ് വൂണ്ട് കൾച്ചർ. തഖാഫത്തുൽ ജുർഹ് വൂണ്ട് കൾച്ചർ. പറഞ്ഞേ തഖാഫത്തുൽ ജുർഹ്. തഖാഫത്തുൽ ജുർഹ്. ബോൺ ബയോപ്സി. ബോൺ ബയോപ്സി. ഖസ്അത്തുൽ ഇളാം. എന്താ പറയാ? ഖസ്അത്തുൽ ഇളാം. ഖസ്അത്തുൽ ഇളാം. ഇളാം ബോൺ. ഖസ്അത്തുൽ ഇളാം. തമാം. ഖസ്അത്തുൽ ഇളാം. ഇസിജി. ഇസിജിക്ക് തഖ്തീത്തുൽ ഖൽബ്. തഖ്തീത്തുൽ ഖൽബ്. തഖ്തീത്തുൽ ഖൽബ്. തഖ്തീത്ത് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് എന്നാണ്. തഖ്തീത്ത് പ്ലാനിംഗ്. തഖ്തീത്തുൽ ഖൽബ് ഹാർട്ട് പ്ലാനിംഗ്. ഖൽബ് ഹാർട്ട്. തഖ്തീത്തുൽ ഖൽബ്. ഇനി അവിടെ നമ്മൾ ഡിവൈസിന് പറയുന്നത് സിസ്റ്റം സെറ്റിംഗ്സ് എന്നാണ് പറയാ ജിഹാസ് എന്നാണ്. ജിഹാസ്. ജിഹാസ് തഖ്തീത്തുൽ ഖൽബ്. എന്തായി? ഇസിജി മെഷീനായി. ഇസിജി സിസ്റ്റത്തിന് എന്ന് പറയും ജിഹാസ് തഖ്തീത്തുൽ ഖൽബ്. ജിഹാസ് തഖ്തീത്തുൽ ഖൽബ്. ചായ ഓർഡർ ചെയ്യാട്ടോ നമുക്ക് ലാസ്റ്റില്. എല്ലാരും ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. ജിഹാസ് തഖ്തീത്തുൽ ഖൽബ്. സിബിസി ടെസ്റ്റ്. ഫഹ്സുദ്ദം ഷാമിൽ. ഫഹ്സുദ്ദം ഷാമിൽ. സിബിസി ടെസ്റ്റ്. ഷാമിൽ എന്നത് എല്ലാം കൂടെ ഓൾ എന്നുള്ള ശൈലി കൊണ്ട് പറയുന്നതാണ്. ഫഹ്സുദ്ദം ഷാമിൽ. ഫഹ്സുദ്ദം ഷാമിൽ. സിബിസി ടെസ്റ്റ്. ഇത് നമ്മള് ഫുൾ മൗത്ത് എക്സ്റേ ആണ് അല്ലെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഫം കാമിൽ എന്ന് പറയാം. ഫം എന്ന് പറയുമ്പോൾ മൗത്ത്. ഫം കാമിൽ ഫുൾ മൗത്ത്. ഫുൾ മൗത്ത് എന്ത് പറയാം നമുക്ക്? തഖ്തീത്തുൽ ഇളാം എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാം? തസ്വീർ സ്കാനിങ്. തസ്വീർ മൗത്ത് കാമിൽ എന്നും പറയാം. തസ്വീർ മൗത്ത് കാമിൽ എന്ന് പറയാം അല്ലെ. ഇത് ഡെന്റലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഡെന്റൽ ഓപ്ഷൻ ആണ്. ഓക്കെ. തസ്വീർ മൗത്ത് കാമിൽ എന്ന് പറയാവുന്നതാണ് കേട്ടോ. എ പോസിറ്റീവ് ബ്ലഡിന് എന്ന് പറയും എ സായിദ്. എ സായിദ് എന്ന് പറയില്ല, സായിദ് എന്ന് തന്നെ പറയാം. സായിദ്. എ സായിദ്. എ നെഗറ്റീവോ? നെഗറ്റീവ് നാഖിസ് എന്ന് പറയും. എ നാഖിസ്. എങ്ങനാ? എ നാഖിസ്. എ സായിദ് എ നാഖിസ്. എ ബി പോസിറ്റീവ് എ ബി സായിദ്. എ ബി സായിദ്. എ ബി നെഗറ്റീവ് എ ബി നാഖിസ്. എല്ലാത്തിനും അങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം. Then coagulation profile. മലഫ് തഅരീഫ് തഖത്തുർ. തഅരീഫ് ഒഴിവാക്കാം. മലഫ് തഖത്തുർ എന്ന് പറയാം. മലഫ് തഖത്തുർ എന്ന് പറയാം. തമാം. RVG എന്ന് വെച്ചാൽ റേഡിയോ വിഷ്യോഗ്രഫി. എന്ത് പറയാം? തസ്വീർ ഷിആയി. തസ്വീർ ഷിആയി. Again തസ്വീർ ഷിആയി. ഫിസിക്കൽ ടെസ്റ്റ്. ഫഹ്സ് ബദനി. ഫഹ്സ് ബദനി. ഫഹ്സ് ബദനി. Again ഫഹ്സ് ബദനി. സ്പെഷ്യൽ ടെസ്റ്റ്. ഫഹ്സ് ഖാസ്. ഫഹ്സ് ഖാസ്. സ്പെഷ്യൽ ടെസ്റ്റ് എന്താണ്? ഫഹ്സ് ഖാസ്. നേരത്തെ പറഞ്ഞ ജിഹാസിനെ ജിഹാസിയ എന്ന് പറയും. എന്താ ജിഹാസിയ? പാക്കേജ് എന്നാണ്. ഫഹ്സ് ജിഹാസിയ പാക്കേജ് ടെസ്റ്റ്. ഓക്കെ. നഅം.
ഫഹ്സ് ജിഹാസിയ. പാക്കേജ് ലെസ്സിന് പറയാട്ടോ ഫഹ്സ് ജിഹാസിയ. nerve conduction velocity, nerve conduction. سرعة التوصيل العصبي، سرعة التوصيل العصبي، سرعة توصيل العصبي. ഓക്കെ, ഇനി ഇവിടെ നമ്മള് ഫഹ്സ് തൗസീൽ സുറ ഒഴിവാക്കിയിട്ട് ഫഹ്സ് തൗസീലുൽ അസ്വബി എന്നും പറയാം. ഫഹ്സ് തൗസീലുൽ അസ്വബി. തമാം. ബ്ലഡ് കൗണ്ടിന് പറയുന്നത് തഅദാദുദ്ദം. ബ്ലഡ് കൗണ്ട് തഅദാദ് ദം. തമാം. ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ടെസ്റ്റ്, ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ടെസ്റ്റ്. ഫഹ്സ് തവാസുൻ. എന്താണ് ബാലൻസിന് പറയാ? തവാസുൻ എന്നാണ്. തവാസുൻ. ഫഹ്സു തവാസുൻ വ തൻസീഖ്. അഗൈൻ ഫഹ്സു തവാസുൻ വ തൻസീഖ്. ഫഹ്സു തവാസുൻ വ തൻസീഖ്. റേഞ്ച് ഓഫ് മോഷൻ. നിതാഖുൽ ഹറക, നിതാഖുൽ ഹറക. ഹറക എന്നത് മൂവിങ് എന്നാണ്, മൂവബിൾ എന്നൊക്കെ പറയും. ഹറക, നിതാഖുൽ ഹറക. എങ്ങനെ? നിതാഖുൽ ഹറക. തമാം. നിതാഖുൽ ഹറക. പിന്നെ ഹിയറിംഗ് ടെസ്റ്റ്, ഹിയറിംഗ് ടെസ്റ്റ്. ഇഖ്തിബാറു സമഅ്, ഇഖ്തിബാറു സമഅ്, ഇഖ്തിബാറു സമഅ്. പോസിറ്റീവ് ഈജാബി, പോസിറ്റീവ് ഈജാബി, ഈജാബി. കൊറോന ഈജാബി. और നെഗറ്റീവ് സൽബി, സൽബി. നെഗറ്റീവ് റിസൾട്ട് സൽബി. ഈജാബി, സൽബി, സൽബി. ഡു ബ്ലഡ് ടെസ്റ്റ്, ഡു കമാൻഡ്. സവി തഹ്ലീൽ ദം, സവി തഹ്ലീൽ ദം, സവി ഡു തഹ്ലീൽ ദം. ബ്ലഡ് അനാലിസിസ് അതാണ് കൂടുതലും യൂസ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റിന് കേട്ടോ. സവി തഹ്ലീലുൽ ദം. നമുക്ക് അവിടെ എന്ത് ചേർക്കാം? ലൗ സമഹ്ത് ഓർ ബില്ലാഹി, ബില്ലാഹി പ്ലീസ്, ബില്ലാഹി സവി തഹ്ലീലുൽ ദം, ബില്ലാഹ് സവി തഹ്ലീലുൽ ദം. Please do blood test. Result natija, natija result, natija result. Okay, natija. Report taqreer, taqreer report. Again taqreer, taqreer, taqreer report, taqreer. Prescription wasfa, wasfa, wasfa. Prescription wasfa, wasfa. Okay. Laboratory mukhtabar, mukhtabar, mukhtabar. Laboratory. Again mukhtabar, mukhtabar. Tamam. Mukhtabar. High irtifa', high BP, high tension, high pressure, sorry, high sugar എന്നതിനൊക്കെ എന്ത് പറയാം? ഇർത്തിഫാഅ്, ഇർത്തിഫാഅ്. ഓർ ആലി, ആലി. അറബി എന്ന ആയാണ്, ആലി എന്ന് പറയും. ആലി ഓർ ഇർത്തിഫാഅ്. ഫൗഖ് തഹ്ത് പറയില്ല. ഫൗഖ് എന്ന് പറയുമ്പോൾ അപ്പ് എന്നും തഹ്ത് എന്ന് പറയുമ്പോൾ ഡൗൺ എന്നും ആകും. സോറി, ഇർത്തിഫാഅ് or ali. Low, low BP, low sugar. Munkhafid, 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 munkhafid. Did you do urine test? Did you do urine test? Sawait fahsul bawl, sawait fahsul bawl. Question expressions ആണ്. Sawait fahsul bawl. Again, sawait
ഫഹ്സുൽ ബൗൽ. I did CBC test. സവൈത് ഫഹ്സുദ്ദം ഷാമിൽ. സവൈതു എന്നാണ്. I did സവൈത് ഫഹ്സുദ്ദം ഷാമിൽ. അനാന്ന് ചേർക്കാം, ചേർക്കാതിരിക്കാം. അന സവൈത് ഫഹ്സുദ്ദം ഷാമിൽ. I will do. അന ബുസവ്വി. I will do. അന ബുസവ്വി. ഓക്കെ, അന ബുസവ്വി. തമാം. നോർമൽ നമ്മളിത് പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. റെഗുലർ എന്താ പറയുന്നേ? ആദി എന്ന് പറയുവേ. ആദി, ആദി, ആദി. നോർമൽ, റെഗുലർ, ആദി. തമാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. അഷാൻ താബാൻ, കുറച്ച് ക്ഷീണമുള്ളതിനാൽ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ചാറ്റിലിടാം. തമാം. മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. അയ്യോ, ഞാൻ മമ്മോഗ്രാം നമ്മൾ പറഞ്ഞില്ല അല്ലെ? തസ്വീർ തദി എന്നാട്ടോ ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഒത്തിരി പ്രയോഗം ഉണ്ട് അതിന്. പക്ഷെ തസ്വീർ തദി എന്ന് പറയും. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാട്ടോ. മമ്മോഗ്രാം സ്കാനിങ്. തസ്വീർ തദി. നമ്മള് ലേഡീസ് ബ്രസ്റ്റിന് പറയുന്നത് തദി എന്നാണ്. തദി. ഓക്കെ. തസ്വീർ, തസ്വീർ, തസ്വീർ തദി, തസ്വീർ തദി. തമാം. തസ്വീർ തദി. نعم دقيقة. أيوة نعم. اضطرابات الحيض. تمام. دقيقة. اضطرابات الحيض എന്നാ പറയാ. اضطراب. نعم. menstrual irregularities. اضطرابات. ഇൽത്തിറാബാത്ത്. നമ്മൾ മെൻസസിനൊക്കെ ഹൈദ് എന്നൊക്കെ പറയാം. ഇനി ദൗറ എന്നൊരു ചോദ്യമാണ്. എന്താ പറയാ? ഇൽത്തിറാബാത്തുൽ ഹൈദ്. ഇൽത്തിറാബാത്തുൽ ഹൈദ്. ഹൈദ്, ഹൈദ്. തമാം. ഇൽത്തിറാബാത്തുൽ ഹൈദ്. ഇൽത്തിറാബാത്തുൽ ഹൈദ് എന്ന് പറയുവേ. ECG നമ്മൾ പറഞ്ഞല്ലോ. ECG തഖ്തീത്തുൽ ഖൽബ് ട്ടോ. തഖ്തീത്തുൽ ഖൽബ്. ഇവിടെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. തഖ്തീത്തുൽ ഖൽബ് ECG. തഖ്തീത്തുൽ ഖൽബ്. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യാട്ടോ. EG ആണ് അല്ലേ? സോറി, ECG അല്ല.
അയ്വ നഅം. തഖ്തീത്തു ദിമാഗ് എന്നാണ് ഈ ജിക്ക് പറയാം. തഖ്തീത്തു ദിമാഗ്. ഇദ്തിറാബാത്ത് ദൗറത്തു ഷഹരിയ എന്ന് പറയില്ല, അവിടെ ഹേൽ എന്നാണ് പറയാറ് കേട്ടോ. നഅം. ഇവിടെ ഇഇജി എന്നത് നമ്മൾ ദിമാഗ് എന്ന് പറയും. ഫഹ്സ് തഖ്തീത്തു ദിമാഗ്, അതാണ് അതിന്റെ ഷോർട്ട് ഫോം. ഫഹ്സ് തഖ്തീത്തു ദിമാഗ്. ഞാൻ ഇവിടെ എന്താക്കുന്നുണ്ട്, തഖ്തീത്തു ദിമാഗ് എന്ന് മാത്രം കൊടുക്കുന്നുണ്ട്. തഖ്തീത്തു തഖ്തീത്ത് ദിമാഗ്. ദിമാഗ് എന്നത് ബ്രെയിൻ ആട്ടോ. ദിമാഗിന്റെ മീനിങ് എന്താ? ബ്രെയിൻ എന്നാണ് ദിമാഗ്. ഓക്കെ, തമാം. തഖ്തീത്ത് ദിമാഗ്. ഫഹ്സ് ചേർക്കാം. ഫഹ്സ് തഖ്തീത്ത് ദിമാഗ്. തമാം യാ ജമാഅ. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യാട്ടോ. മൈക്ക് ഓൺ ചെയ്യാം, ചോദിക്കാം. എന്തെങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞ് പറയാനൊക്കെ കിട്ടിയോ? മുംകിൻ. എങ്ങനെ ഉണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആണോ? കേഫ് ഖാൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തമാം. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ. യാ ഷെയ്ഖ് ഹാഫിദ് മുഹമ്മദ്, ദക്തോർ ഹാഫിദ് മുഹമ്മദ് മൗജൂദ്. اوكي ممكن انتم في الدوام صح؟ ايوه مو موجود يعني كلكم مشغولين. എല്ലാരും ബിസി ആണോ? ആരെങ്കിലും അവിടെ പറഞ്ഞോക്കിയേ. ഓക്കെ, നമ്മൾ ഇതുവരെ കേട്ടതുമൊക്കെ പലതുമായിരിക്കാം. ഇത് യഥാർത്ഥത്തിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്, അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പറയേണ്ടതും. മഷ്കൂർ ജിദ്ദൻ യാ ജമാഅ, ശുക്രാൻ ലക്കും ജസീല. മഅസ്സലാമ. മഅസ്സലാമ.